Hi, hi students. Welcome to the first basic science class. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ചാപ്റ്റർ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ. ഈ ലോക്ക്ഡൌൺ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? ചിലവർക്ക് ഗുഡ് ഈൽഡും കിട്ടിയിട്ടുണ്ടാവും, നല്ല വിളവും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഗുഡ് ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ദാറ്റ് ഷുഡ് ബി കൺസിഡർ ഫോർ ഗുഡ് ഈൽഡ്? നല്ല വിളവ് കിട്ടാൻ വാട്ട് ആർ ദി ഫാക്ടേഴ്സ്? ഫസ്റ്റ്, ഫെർട്ടൈൽ സോയിൽ. സോയിൽ നല്ല ഫെർട്ടൈൽ ആയിരിക്കണം. സെക്കൻഡ്, ഫേവറബിൾ ക്ലൈമറ്റ്. ക്ലൈമറ്റ് നല്ല യോജിച്ചതായിരിക്കണം. തേർഡ്, നർച്ചറിങ്. നമ്മൾ എന്ത് ചെയ്യാം? ചെടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വാട്ടറിങ്ങും ചെയ്യാം. വളം ആവശ്യമുണ്ടെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും ഉപയോഗിക്കാം. ഫോർത്ത്, ഗുഡ് സീഡ് ഓർ പ്ലാന്റിംഗ് മെറ്റീരിയൽ. സീഡിന്റെ ക്വാളിറ്റിയും ഗുഡ് ആയിരിക്കണം. അതേപോലെ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ്സ് അല്ലെങ്കിൽ റൂട്ട് അതൊക്കെ വെക്കുന്നത് ഇറ്റ് ഷുഡ് ബി ഗുഡ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പെസ്റ്റ് കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഗുഡ് ഈൽഡ് കിട്ടില്ല. അപ്പോൾ പെസ്റ്റ് കൺട്രോൾ ഷുഡ് ബി ഓൾസോ ഡൺ. എപ്പോഴും ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാം. ഇനി നെക്സ്റ്റ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗുഡ് ഈൽഡ്? എന്തൊക്കെയാണ്? ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ്, nurturing, good seed or planting material, and next, pest control. Any look at the picture. From which plant seeds should be collected? There are two pictures in the first plant and second plant. ഇതിൽ ഏത് പ്ലാന്റിനാണ് നമ്മൾ സീഡ്സ് കളക്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് പ്ലാന്റ്. എന്തേ സെക്കൻഡ് പ്ലാന്റ് പറ്റാത്തത്? ബിക്കോസ് ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ഡിസീസ്. അപ്പൊ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോഴും പ്ലാന്റ്സിന് കുറച്ച് ക്വാളിറ്റീസ് ആവശ്യമുണ്ട് അല്ലെ? സീഡ് സെലക്ട് ചെയ്യുമ്പോൾ ദർ ഷുഡ് ബി ക്വാളിറ്റീസ് ഫോർ ദി പ്ലാന്റ്. ആ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലെ? ക്വാളിറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഫ്രം വിച്ച് സീഡ്സ് ആർ കളക്റ്റഡ്. എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സീഡ്സ് ഷുഡ് നോട്ട് ബി എഫക്റ്റഡ് ബൈ ഡിസീസ്. നേരത്തെ കണ്ടില്ല പിക്ചർ? അങ്ങനത്തെ പ്ലാന്റ്സ് നമ്മൾ ഒരിക്കലും സീഡ്സ് കളക്ട് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിസീസ് എഫക്റ്റഡ്. Seeds must be collected from mid-span. നല്ല ഏജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒന്നും കളക്ട് ചെയ്യരുത്. ഇപ്പൊ നട്ടുപിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സിന്റെ കാര്യമൊന്നും സീഡ്സ് കളക്ട് ചെയ്യരുത്. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള പ്ലാന്റ്സ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സീഡ്സ് കളക്ട് ചെയ്യേണ്ടത്. സീഡ്സ് ഷുഡ് ബി ഓഫ് ഗുഡ് ഈൽഡിങ്. നല്ല ഹൈ ഈൽഡിങ് പ്ലാന്റ്സിന്റെ സീഡ്സ് ഉപയോഗിച്ചാലേ നമുക്ക് ഗുഡ് ഈൽഡ് കിട്ടുള്ളൂ. അടുത്തത്, മെച്യൂർ ഫ്രൂട്ട്സ്. Seeds should be collected always from mature fruit. നല്ല മൂത്ത് പഴുത്തിട്ടുള്ള സീഡ്സ് ആയിരിക്കും എപ്പോഴും ഹൈ ഈൽഡിങ് തരും. അപ്പോൾ വാട്ട് ആർ ദി ക്വാളിറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഫ്രം വിച്ച് സീഡ്സ് ആർ ടു ബി കളക്റ്റഡ്? Seeds should not be affected by any disease. Seeds must be collected from mid-span. Seeds should be of high yielding or good yielding. Seeds must be collected always from mature fruits. ഇനി എല്ലാ സീഡ്സും സിമിലർ ആണോ? എല്ലാ സീഡ്സും ഒരുപോലെയാണോ? അല്ല, എല്ലാ സീഡ്സും അതിന്റെ സൈസിലും ഷേപ്പിലും ഒക്കെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഇവിടെ ഞാൻ രണ്ട് സീഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ബ്രിഞ്ചോളിന്റെ സീഡ്സ് ആണ്, കണ്ടില്ലേ? ഇത് സോയാബീന്റെ സീഡാണ്. ബ്രിഞ്ചോളിന്റെ സീഡ്സ് ആ സ്മോളർ അല്ലേ? അപ്പൊ ഇത് നമ്മൾ ഒരുമിച്ച് സോ ചെയ്ത് സ്പ്രൗട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് മുളയ്ക്കും. അപ്പൊ ദേ ഡു നോട്ട് ഗെറ്റ് ഇനഫ് എയർ, വാട്ടർ, സൺലൈറ്റ്. അത് കാരണം ഇന്നത്തെ സീഡ്സ് ഒക്കെ ദേ ഷുഡ് ബി ട്രാൻസ്പ്ലാന്റഡ്, വേറെ മാറ്റി കുഴിച്ചിടാം. പക്ഷെ ഇവിടെയോ ഈ സോയാബീന്റെ സീഡ് ബിഗർ അല്ല, അപ്പൊ ഓരോന്നിട്ടിട്ട് ദേ നീഡ് നോട്ട് ബി ട്രാൻസ്പ്ലാന്റഡ്. ഇനി നമുക്ക് പ്ലാന്റ്സിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. പ്ലാന്റ്സ് ദാറ്റ് ഷുഡ് ബി ട്രാൻസ്പ്ലാന്റഡ് ആൻഡ് പ്ലാന്റ്സ് ദാറ്റ് നീഡ് നോട്ട് ബി ട്രാൻസ്പ്ലാന്റഡ്. കുറച്ച് എക്സാമ്പിൾസ് പറയാം. ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ഏതൊക്കെയായിരിക്കും? ചെറിയ ചെറിയ സീഡ്സ് ആണ്. ഏതൊക്കെ? ബ്രിഞ്ചോള്, ടൊമാറ്റോ, അതേപോലെ സ്പിനാച്ച്, ചീര. ഇതൊക്കെ എന്തായിരിക്കും? ദേ നീഡ് ടു ബി ട്രാൻസ്പ്ലാന്റഡ്. വേറെ നമുക്ക് മാറ്റി പ്ലാന്റ് ചെയ്യണം. പക്ഷെ ഇവിടെയോ സോയാബീന്, കുക്കുംബർ, പംകിൻ ഇതൊക്കെ ദേ നീഡ് നോട്ട് ബി ട്രാൻസ്പ്ലാന്റഡ്. ഇപ്പൊ നമ്മൾ സീഡിന്റെ കാര്യമല്ല പഠിച്ചത്. ഇങ്ങനെ സീഡ്സ് നമ്മൾ ഒരു ന്യൂ പ്ലാന്റിനെ ഫോം ചെയ്യുന്ന ഈ മെത്തേഡ് വി കോൾ ഇറ്റ് ആസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പൊ രണ്ട് ടൈപ്പായിട്ട് നമുക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ രണ്ട് മെത്തേഡ് ഏതാണെന്ന് നോക്കാം. സീഡ്സ് ന്യൂ പ്ലാന്റ് ഫോം ചെയ്യുന്നതിന് വി കോൾ ഇറ്റ് ആസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. So how will you define sexual reproduction?
The formation of plants from seeds are known as sexual reproduction. ഇനി സീഡ്സ് അല്ലാണ്ട് പ്ലാന്റ്സിന്റെ വേറെ പാർട്സ് നമുക്ക് ന്യൂ പ്ലാന്റ് ഉണ്ടാക്കാം. റൂട്ട്, സ്റ്റെം, ലീഫ് ഇതൊക്കെ നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സിനെ we call it as vegetative propagation. എന്താ വിളിക്കുക? Vegetative propagation. അപ്പോൾ what is vegetative propagation? The formation of plants from other parts of the plants such as root, stem and leaf are called vegetative propagation. ഇനി വീണ്ടും നമുക്ക് പ്ലാന്റ്സിനെ രണ്ട് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സെക്ഷൽ റീപ്രൊഡക്ഷനും ഇനി ഒന്ന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും. അപ്പൊ ഞാനൊരു 3-4 എക്സാമ്പിൾ എഴുതാം. ബാക്കി നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക ഈ ലിസ്റ്റ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ, vegetative propagation. Okay. Sexual reproduction പറഞ്ഞാൽ എന്താ? സീഡ്സ് അല്ലേ? അപ്പൊ അധികം വെജിറ്റബിൾസ് ഒക്കെ സീഡ്സ് എന്നല്ല ഉണ്ടാവണ. അപ്പൊ വെജിറ്റബിൾസ് എഴുതാം. പീ, ചില്ലി, കുക്കുംബർ, പംകിൻ ഇതൊക്കെ എന്തിൽ പെടും? സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി വേറെ പാർട്സ് സ്റ്റെം, ലീഫ്, റൂട്ട് അതൊന്നൊക്കെ ഉണ്ടാവണമെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് പറയാം. സ്റ്റെമ്മിൽ ഉണ്ടാവുന്നതാണ് ടാപ്പിയോക്ക. ടാപ്പിയോക്ക എല്ലാവർക്കും അറിയില്ലേ? എന്താണ് ടാപ്പിയോക്ക? കിഴങ്ങ്. അതേപോലെ സ്റ്റെമ്മിൽ ഉണ്ടാവുന്നതാണ് ഷുഗർ കെയിൻ, കരിമ്പ്. ലീഫിൽ ഉണ്ടാവുന്നതാണ് ബ്രയോഫിലം. ബ്രയോഫിലം ഇല മുളച്ചി എന്നാണ് പറയാ മലയാളത്തിൽ. അപ്പൊ ഇതൊക്കെയാണ് ഞാനിവിടെ 3 എക്സാമ്പിൾ എഴുതിയിട്ടുള്ളൂ. യു ക്യാൻ എക്സ്പാൻഡ് ദ ലിസ്റ്റ്. എത്ര വേണമെങ്കിലും ഇതിൽ എഴുതിയിട്ട് ഈ ലിസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ ഒരു മെത്തേഡാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ മെത്തേഡിന് പറയുന്ന പേരാണ് ലെയറിംഗ്. അപ്പൊ എന്താണ് ലെയറിംഗ് എന്ന് കുറച്ച് പിക്ചേഴ്സ് ആണ്, ഒന്ന് നോക്കൂ. ദിസ് ഇസ് ദ പിക്ചർ ഓഫ് ലെയറിംഗ്. 2 പിക്ചർ നന്നായിട്ടൊന്ന് നോക്കൂ. കണ്ടക്ട് ചെയ്യാന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ലെയറിംഗ് നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു സെലക്ട് എ ഹെൽത്തി പ്ലാന്റ്. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് ആണ് നമ്മൾ ലെയറിംഗിന് സെലക്ട് ചെയ്യാം. ലെയറിംഗ് നടക്കുന്നത് ഇങ്ങനത്തെ പ്ലാന്റ്സിലാണ്. ഏതാ? മുല്ല, പിന്നെ ഗോവ, സപ്പോട്ട, പിച്ചകം, ഹൈബിസ്കസ്, റോസ് ഇങ്ങനത്തെ പ്ലാന്റ്സിലാണ് അധികം ലെയറിംഗ് ചെയ്യരുത്. അപ്പൊ ലെയറിംഗില് ഫസ്റ്റ് തന്നെ നമ്മൾ ഹെൽത്തി പ്ലാന്റ് സെലക്ട് ചെയ്യാം. ആ ഹെൽത്തി പ്ലാന്റിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ച് സെലക്ട് ചെയ്യണം. ആ ബ്രാഞ്ചിന് ഒരു പ്രത്യേകത എന്താണ്? ഒരു പെൻസിൽ തിക്നെസ് എങ്കിലും വേണം. ഒരു പെൻസിലിന്റെ തിക്നെസ് എങ്കിലും ആ ബ്രാഞ്ച് വേണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ആ ബ്രാഞ്ച് എടുത്തിട്ട് ഇത് പ്ലാന്റിൽ അങ്ങനെ റൂട്ടഡ് പ്ലാന്റിലാണ് ചെയ്യാം. പക്ഷെ റൂട്ടഡ് പ്ലാന്റ് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനൊരു സ്റ്റെം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഒരു പെൻസിൽ തിക്നെസ് ആയിട്ടുള്ള സ്റ്റെമ്മെങ്കിലും വേണം. എന്നിട്ട് ഈ സ്റ്റെമ്മില് കുറച്ചൊരു ബാർക്ക് നമ്മൾ പീൽ ചെയ്യാം. ബാർക്ക് നമ്മൾ ബ്ലേഡ് വെച്ചാ നൈഫ് വെച്ച് ഇങ്ങനെ പീൽ ചെയ്യാം. 1 സെന്റിമീറ്റർ തിക്നെസ്സിൽ നമ്മൾ പീൽ ചെയ്യണം. ഈ പീൽ ചെയ്ത പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പോണത്? മോയ്സ്റ്റ് സോയിൽ, കോക്കനട്ട് ഹസ്ക്, സോഡസ്റ്റ്, മണ്ണ്, ചകിരി, അതേപോലെ ഈർച്ചപ്പൊടി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പീൽഡ് പാർട്ടിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഈ പീൽഡ് പാർട്ടിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇത് നല്ല പോളിത്തീൻ കവറിൽ യു ഹാവ് ടു കവർ ഇറ്റ്. എന്നിട്ട് നല്ല ട്വൈനേറ്റ് നൂലേറ്റ് യു ഹാവ് ടു ടൈ ബോത്ത് ദ എൻഡ്സ്. ഇങ്ങനെ ടൈ ചെയ്യാം. ഇനി ടൈ ചെയ്താൽ മാത്രം പോരാ, റെഗുലർ ഇന്റർവെൽസിൽ വി ഹാവ് ടു വാട്ടർ ഇറ്റ്. എപ്പോഴും ഒന്ന് ഇടവിട്ടിട്ട് നന്നായി നനച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് ആ പ്ലാന്റഡ് പ്ലാന്റ്സിൽ തന്നെയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങനെ സ്റ്റെമ്മ് പൊട്ടിച്ചിട്ട് ഒരിക്കലും ചെയ്യരുത്. ആ ബ്രാഞ്ചിൽ തന്നെ നിർത്തിയിട്ടാണ് ചെയ്യേണ്ടത്. ഇനി ആഫ്റ്റർ 2 months 2 മാസം കഴിയുമ്പോൾ റൂട്ട്സ് ഒറിജിനേറ്റ് ഫ്രം ദിസ് റീജിയൻ. ഇവിടെ നിന്ന് റൂട്ട്സ് ഇങ്ങനെ സ്പ്രൗട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യാം? ഈ ഭാഗം കട്ട് ചെയ്തിട്ട് റീപ്ലാന്റ് ചെയ്യാം. അപ്പൊ മാത്രം ഈ സ്റ്റെമ്മിനെ അതിന് ഡിറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് റീപ്ലാന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ പാരന്റ് പ്ലാന്റിന്റെ സെയിം ക്വാളിറ്റി ആയിരിക്കും ഈ സാപ്ലിംഗ് പ്ലാന്റ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെയറിംഗ് ചെയ്യുന്നത്. എളുപ്പമല്ലേ ലെയറിംഗ്? അപ്പൊ ആ പ്ലാന്റ് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഇന്നത്തെ ലെയേർഡ് പ്ലാന്റ്സിൽ
there are merits and demerits. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് മെറിറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. മോർ പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രോ. ഈ മെത്തേഡിലൂടെ വി ക്യാൻ ഗ്രോ മോർ പ്ലാന്റ്സ്. സെക്കൻഡ്, ക്വാളിറ്റീസ് ഓഫ് പാരന്റ് പ്ലാന്റ്. ഇതാ പാരന്റ് പ്ലാന്റിന്റെ തന്നെ സ്റ്റെം അല്ലേ, അപ്പോൾ ഇറ്റ് ഷോസ് ദി ക്വാളിറ്റീസ് ഓഫ് ദാറ്റ് പാരന്റ് പ്ലാന്റ്. ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് ആർ ഫാസ്റ്റർ. പെട്ടെന്ന് ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഉണ്ടാവും. നെക്സ്റ്റ്, സാപ്ലിങ്സ് പ്രൊഡ്യൂസ് ഇൻ എ ഷോർട്ട് പീരിയഡ്. ഒരു 2 മാസത്തിന്റെ ഗ്യാപ്പിലാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഒരു ന്യൂ പ്ലാന്റ് ഉണ്ടാവുന്നത്. അപ്പൊ ദീസ് ആർ ദി മെറിറ്റ്സ് ഓഫ് ലെയറിംഗ്. സോ ഡിമെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. ലോ ലൈഫ് സ്പാൻ. ലെയേർഡ് പ്ലാന്റിന്റെ ലൈഫ് സ്പാൻ വളരെ കുറവായിരിക്കും, ലോ ആയിരിക്കും. ലൈഫ് സ്പാൻ പറഞ്ഞാൽ ആയുസ് വളരെ കുറവായിരിക്കും. സ്മോളർ ഇൻ സൈസ്. സൈസ് നല്ല ചെറുതായിരിക്കും. പ്രോൺ ടു ഡിസീസ്. ഡിസീസ് ഇൻഫെക്ഷൻ പെട്ടെന്ന് ഉണ്ടാവും. നെക്സ്റ്റ്, ഡു നോട്ട് പൊസസ് ടാപ്പ് റൂട്ട്. ലെയേർഡ് പ്ലാന്റിന് മെയിൻ റൂട്ടിൽ ആ ടാപ്പ് റൂട്ട് പൊസസ് ചെയ്യില്ല. റിക്വയർസ് മോർ കെയർ. നമ്മൾ നല്ല നർച്ചർ ചെയ്യണം, എപ്പോഴും നനച്ചിട്ടും വളമൊക്കെ ഇട്ടിട്ട് നന്നായി നർച്ചർ ചെയ്യണം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വാട്ട് ആർ ദി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ലെയറിംഗ്. ഇനി ഒരു വർക്ക് ഉണ്ട്. In your science note, you have to write the merits and demerits of layering. ഇത് കൂടാണ്ട് വേറൊരു വർക്കും കൂടി തന്നിട്ടുണ്ടായിരുന്നു. You have to expand the list and classify the plants according to sexual reproduction and vegetative propagation. ഈ 2 വർക്കും സയൻസ് നോട്ടിൽ എഴുതാം. ഇനി ഇത്രയേ ഉള്ളൂ. സോ ഓക്കെ, താങ്ക് യു.